അസ്സലാമു അലൈക്കും. ഇത് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് ഇന്നും പറയുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ ലൈവിൽ പലവരും വരും, പലവരും പോകും. പല പ്രശ്നങ്ങളും വ്യക്തികളായിട്ടുണ്ടാവാം. ഈ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം ഒരു ലൈവിനെ കൊടുന്ന് ഇതാക്കരുത് നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ തന്നെ ലൈവിൽ വരണമെന്ന് നിർബന്ധിക്കരുത്. ഒരാൾ ലൈവിലുണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ആ ആൾ പോകുന്നത് വരെയോ അല്ലെങ്കിൽ ആൾക്കാരെ ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആ ലൈവിലേക്ക് പോകണ്ടെന്ന് വെക്കുക. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് എല്ലാവരും എല്ലാ ലൈവിലും മനുഷ്യന്മാർ വന്നാൽ തന്നെ ഈ ലൈവ് നടത്തുന്നവർക്ക് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ 10 ആളെ വെച്ചിട്ട് എനിക്കിഷ്ടമില്ലാത്തവരൊന്നും എൻ്റെ ലൈവിൽ വരാൻ പാടില്ല എന്നാരും നിർബന്ധിക്കാൻ പാടില്ല. എൻ്റെ ലൈവിൽ ഒരുപാട് ആൾക്കാർ വന്നു, പഴയ ആൾക്കാരെല്ലാം പോയിട്ടുണ്ട്, എല്ലാം പുതിയ ആൾക്കാരായിട്ടുണ്ട്. വരുന്നവരൊക്കെ ചോദിക്കണമുണ്ട് അതിനെപ്പറ്റി. പക്ഷെ അതൊന്നും ചെയ്യരുത്. ഒരു പാവം പെണ്ണ് ഒരു ചാനൽ തുടങ്ങിയിട്ട് ചാനലിനെ പറ്റി ഒന്നും അറിയാതെ ചെയ്തിരുന്നതാണ് നമ്മളെ ഇന്നൂസ് പറയുന്ന റസ്യ. അപ്പോൾ അതിൽ ഇത് ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. നിങ്ങൾ സ്ത്രീകൾക്ക് ശത്രു സ്ത്രീ തന്നെയെന്ന് പറയണ മാതിരി എന്തിനാണ് മനുഷ്യന്മാരെ ഇത്ര പക, എന്തിനാണ് ഇത്ര വൈരാഗ്യം? കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് എല്ലാവരും. ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ഈ ചെയ്ത ആളായിക്കോട്ടെ, എല്ലാം. എന്തിനാണ് ഇത്ര പക വെച്ച് നടക്കുന്നത് മനുഷ്യന്മാരോട്? ഏതോ നാട്ടിൽ കിടക്കണ മനുഷ്യൻ, എവിടെയോ കിടക്കണ ആൾ, നമ്മളറിയില്ല, നമ്മൾ അയലോക്കത്തില്ല, നമ്മളെ കുടുംബത്തിലില്ല, നമ്മളെ ബന്ധത്തിലല്ല, നമ്മുടെ നാട്ടിലല്ല, ഏതോ ജില്ലയിൽ എവിടെയോ കിടക്കണ മനുഷ്യന്മാരെ പറ്റി പറഞ്ഞ് വെറുതെയെങ്കിലും വാശിയും വൈരാഗ്യവും ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ട്? അത് തന്നെയാണ് എൻ്റെ ലൈവിലും സംഭവിച്ചത്. ഇപ്പം എൻ്റെ ലൈവിൽ വന്നിട്ട് ചെയ്യണതും അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കറിയുന്ന സത്യങ്ങളാണ്. ഇപ്പം ഇന്നൂസിനെ കുറ്റം പറയണ്ട, ഇന്നൂസിനെ കുറ്റം പറയണം എന്തുകൊണ്ടാണ് പറയണതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുറകെ നടന്ന ശല്യം ചെയ്യണ്ട. എത്രയോ ലൈവുകൾ നടക്കുന്നുണ്ട് അള്ളാൻ്റെ ദുനിയാവിൽ. ഇഷ്ടമുള്ളിടത്തേക്ക് പോകുക. എന്തിനാ ഒരാളെ പിന്നാലെ പോയി ഇങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കണത്? ദ്രോഹിക്കേണ്ട വല്ല ആവശ്യങ്ങളുണ്ടോ? ഞാൻ പറയുന്നത് റസിയാനെ ദ്രോഹിച്ചത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നൂസ് ലൈവിലെ റസിയാനെ ദ്രോഹിച്ചത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ അത് മറ്റുള്ള ലൈവിലത്തെയൊന്നും എനിക്കറിയില്ല. എൻ്റെ ലൈവിൽ വന്നിട്ട് ചെയ്ത് കൂട്ടുന്നതാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് എൻ്റെ ലൈവിൽ നിന്നൊക്കെ നിങ്ങൾ എത്രയോ കാലം മുമ്പേ ഞാൻ പറയുന്നത് ആരെയാണെന്ന് കേൾക്കുന്ന വ്യക്തികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം എൻ്റെ ലൈവിൻ്റെ മുകളിൽ അവരിരുന്ന് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ പറ്റി എൻ്റെ വായിൽ നിന്നൊരക്ഷരം വരാത്തത് കൊണ്ടാണ് അവർ മറ്റുള്ള വഴി വന്നിട്ട് എൻ്റെ ലൈവിൽ വരുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യണത്. അതും അവർക്ക് അടുത്ത കാലത്ത് ശത്രുവായ ഒരു മനുഷ്യന്മാരെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കണത്? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോവുക. അവരെവിടെയോ പോയിക്കോട്ടെ. എന്തിനാണ് ഈ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ പോണത്? അവരെവിടെയോ പോയിക്കോട്ടെ. നിങ്ങളെ ചിലവിലല്ല. അവരെ ഫോണ് അവർ ചാർജ് ചെയ്യണം, അവർ ഫോണ് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർ പോയിക്കോട്ടെ. നിങ്ങൾ വരുന്നിടത്ത് അവർ വന്നിട്ട് എന്തെങ്കിലും നിങ്ങളെപ്പറ്റി പറയാനോ ചർച്ച ചെയ്യാനോ നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ എന്നെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നേ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ലൈവിൽ വന്ന ആ പെണ്ണിനെ ഐഡ് കൊടുത്ത് വിട്ടത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ 2 വീഡിയോസും ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോസ് ചെയ്യില്ല. എൻ്റെ ലൈവിൽ കുറേ മനുഷ്യന്മാർ വരുന്നുണ്ട്. ആ മനുഷ്യന്മാരോടെല്ലാം ചോദിച്ചു നോക്കിയാലേ അറിയാവുന്നതുള്ളൂ. ഈ റസിയൻ്റെ ലൈവിൽ പോണ അതേ ആൾക്കാർ തന്നെയാണ് എൻ്റെ ലൈവിലും വരുന്നത്. അതേ ആൾക്കാർ തന്നെയാണ് സീനാസ് മീഡിയ ലൈവിലും പോണത്. ഞങ്ങൾ 3 ആളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതും സഹായിക്കണതും സഹകരിക്കണതും. പക്ഷെ അതൊന്നും പറ്റൂല. 10 ആളെ വെച്ച് ഞാൻ പറയുന്ന ആൾക്കാർക്ക് മാത്രം ബ്ലൂ കൊടുക്കുക, ഞാൻ പറയുന്ന ആൾക്കാർ മാത്രം ലൈവിൽ വരിക, മറ്റുള്ള ആൾക്കാരൊന്നും ലൈവിൽ വരരുത്. കാരണം ഒരാൾ അതിൻ്റെ മേലെ നിന്ന് നിയന്ത്രിക്കാൻ നിൽക്കണം. എന്തിനാണ്? എന്താ ഇത് ചെയ്യണേ? എനിക്കോ റസിയാക്കൊന്നും ഒന്നും അറിയില്ലേ? ഇവർ ചെയ്യുന്ന പണി എന്താണെന്നറിയാം. ആദ്യമായിട്ട് ഇങ്ങോട്ട് വരിക, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിനെപ്പറ്റി എല്ലാതും അറിയും, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ ലോകത്തിലെല്ലാം കലക്കി കുടിച്ച് നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മേലാളിത്തം, ഒരധികാരം, ഒരവകാശം. ഞാൻ നിയന്ത്രിക്കാം നിങ്ങളെ. ഞാൻ പറയുന്നത് മാതിരി നിങ്ങൾ ചെയ്യണം. ഞങ്ങളെന്താ അടിമകളോ? ഞങ്ങൾക്കെന്താ കുടിയിൽ മാപ്പിളയും കൂടപ്പുറപ്പുകളും മറ്റുള്ളവരും പറയാനൊന്നുമില്ലേ? എന്നെ പോലത്തെ ഒരു സ്ത്രീയായ ഒരു സ്ത്രീയെ ഞാൻ എന്തിനു പേടിക്കണം? അല്ലെങ്കിൽ റസിയനെ പോലത്തെ ഒരു സ്ത്രീയെ റസിയ എന്തിനു പേടിക്കണം? മറ്റുള്ള സ്ത്രീകളെ ഭരിക്കാൻ ഈ സ്ത്രീക്ക് എന്താണ് അധികാരമുള്ളത്? ഞാൻ ഇതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ എൻ്റെ ലൈവിൽ ഇന്നലെ റസിയ വന്നപ്പോൾ റസിയക്ക്
ടൈം ഔട്ട് കൊടുത്ത ആൾ ടൈം ഔട്ടാണോ ഞാൻ ഹൈഡാണോ ചെയ്തു വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും, കണ്ടുപിടിക്കുകയും ചെയ്യും. അതിൻ്റെ പ്രതിനിധി എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ അത് ചെയ്യുകയും ചെയ്യും. എല്ലാ ലൈവ് കൂടി ഈ പറയുന്ന മനുഷ്യന്മാരും പോകണ്ടല്ലോ അല്ലേ, നമുക്കും ചെയ്തുകൂടെ? എങ്ങനെ മനുഷ്യന്മാരെ കുറച്ചെങ്കിലും ഒരു ഞങ്ങളൊക്കെ റേഷനരി ചോറ് നിന്നിട്ടാണ്, പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു ബുദ്ധി ഉണ്ടെന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളൊരു സാമാന്യ ബോധമുണ്ട്. നമുക്കൊരാളെ പറ്റില്ലെങ്കിൽ പറ്റാത്തത് അങ്ങനെ അങ്ങോട്ട് വിട്ടേക്കുക. എന്തിനാണ് പുറകെ നടന്ന് ശല്യം ചെയ്യാൻ പോണത്? റസിയനെ നിന്ന് ഹൈഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം? റസിയ പോണ ലൈവ് കൂടെ എല്ലാം പോയി റസിയക്ക് ഹൈഡ് കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് ലാഭം? 10 പൈസൻ്റെ ലാഭം നിങ്ങൾക്കുണ്ടോ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണത്? ഇത് നമുക്കും പറ്റൂലേ? നിങ്ങൾ പോണ ലൈവ് കൂടെ നമ്മളോട് കയറി വന്നിട്ട് ഇതേമാതിരി ആയിട്ട് നിങ്ങൾക്കും തന്നിട്ട് നമുക്ക് ഇറങ്ങിപ്പോന്നൂടെ? നമുക്ക് ബ്ലൂ ഇല്ലേ? അത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളെ മാതിരി തന്നെ നമ്മൾ ആകാൻ പാടില്ല എന്ന് നമുക്കറിയാം. കാരണം ഒരാൾ മറ്റേ പഴമൊഴി പറയുന്ന കേട്ടില്ലെങ്കിൽ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കുന്നു. ഇന്നമാതിരി നമ്മൾ ആ ചാണകത്തിൻ്റെ കൂടെ അല്ല നടക്കണത്, ചന്ദനത്തിൻ്റെ കൂടെ. കാരണം നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. അല്ലാതെ കൂടെ അങ്ങനെ നടന്ന് പോണോടത്ത് കൂടെ ഒക്കെ പുറകെ പോയിട്ട് അവർക്ക് ഹൈഡ് കൊടുക്കാനും അവരെ നാണം കെടുത്താനും ഇതിനെന്തിനാണ് നിൽക്കണത്? മനുഷ്യന്മാർ ഒന്നും മിണ്ടാതിരിക്കണമെങ്കിൽ ആ മനുഷ്യന്മാരെ വായിൽ കോലിട്ട് കുത്തി 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 ആ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുക. അതാണ് ഈ ചെയ്യണത്. വെറുതെ അല്ല പടച്ചോൻ കുരുട്ടിനോട് വെച്ചത്ര എന്താ അണക്ക് കണ്ണ് എന്താ കാട്ടുകയെന്ന്. അപ്പോൾ കുരുടി പറഞ്ഞിട്ട് എൻ്റെ കണ്ണ് കണ്ടവരെ മുഴുവൻ കടിക്കുന്നു. ഇന്ന് അണക്ക് കണ്ണ് വേണ്ടാറുന്നത്ര പടച്ചോൻ. എന്നാ മാതിരിയാണ് ചില മനുഷ്യന്മാരുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഇരുന്നിട്ട് മനുഷ്യന്മാർ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ പടച്ചോൻ കുറച്ച് മുതിർന്ന ഒരു ഉന്നത ഇതൊക്കെയാണ് ആ മനുഷ്യന്മാർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യന്മാർ ലോകത്ത് പെണ്ണുങ്ങളെ വെച്ചേക്കും. അതൊരു പെണ്ണിനോടാണ് ഈ ചെയ്യണത്. എന്ത് മനുഷ്യനാണ് പടച്ചോനെ? കുറച്ച് മനുഷ്യന്മാരെ ജീവിതം കുറച്ചുള്ളൂ. ഞാൻ ഇരുന്ന കസരയിൽ നിന്ന് എനിക്ക് വിശ്വാസമല്ല. അതേമാതിരി തന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ തട്ടി വീണാൽ കഴിയാവുന്നതുള്ളൂ. അതുകൊണ്ട് മനസ്സിൻ്റെ കിബറൊക്കെ ഒന്ന് മാറ്റി വെക്കി. എന്നിട്ട് അള്ളഹാനോട് ആ നേരെങ്കിലും ആ കിബർ പറയണ നേരത്തെങ്കിലും അള്ളഹാനോട് ഇതെന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചിട്ടിരിക്കും. അല്ലാതെ പകയും വിദ്വേഷം കൊണ്ട് നടക്കല്ലേ നിങ്ങൾ. നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറുക, അത്ര മാത്രം. പുറകേ നടന്ന് അവർക്ക് ഹൈഡ് കൊടുക്കാനും അവരെ ബ്ലോക്കാക്കാനും അവരെ പ്രശ്നം ഉണ്ടാക്കാനും അവരെ നശിപ്പിക്കാനും നിൽക്കല്ലേ. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പടച്ചോൻ ഇവരൊക്കെ പറയണത് എല്ലാവരും പറയണത് പടച്ചോൻ കേൾക്കണ്ടല്ലോ. നിന്നി റഷ്യാനോ എല്ലാം പഠിച്ചത് പടച്ച റബ്ബ് തന്നെയാണ്. അപ്പോൾ നമ്മളടുത്ത് തെറ്റില്ല എന്ന് കണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതും സ്വീകരിക്കും, നീ പറയണതും സ്വീകരിക്കും. അപ്പോൾ അതേതാ നല്ലത് കേട്ടതെന്ന് പടച്ച റബ്ബിനെ അറിയില്ലേ? അപ്പോൾ ഒരു പക്ഷേ അത് തിരിച്ചടിക്കാൻ നമുക്ക് തന്നെ. ഇപ്പോൾ വന്നോടത്തോളൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഈ അനുഭവം കൊണ്ട് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ പറ്റില്ലാറിന് അപ്പുറത്തേക്ക് കണ്ടം ചാടി, അപ്പുറത്തും പറ്റില്ലാറിന് ഇനി അപ്പുറത്തേക്കും കണ്ടം ചാടി. അപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും മനസ്സിലാക്കുക. അനുഭവമല്ലേ ഗുരു. ഒരു പ്രാവശ്യം ഒന്ന് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും എനിക്ക് അടുത്തോടത്തും പറ്റുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കാരണം ആരും മറ്റേ കണ്ണടച്ച് വെച്ചിട്ടും ബോധമില്ലാതെയല്ല ഈ വീഡിയോസുകളും ലൈവൊക്കെ ചെയ്യണത്. എല്ലാം കണ്ണ് തുറന്ന് വെച്ചിട്ട് വിടുന്ന മെസ്സേജുകളും വിടുന്ന അവർ പറയുന്ന വാക്കുകളും എല്ലാം കേൾക്കുന്ന ഈ ലൈവിൽ വരുന്നവരും നല്ല ബുദ്ധിയും വിവരമുള്ള മനുഷ്യന്മാർ തന്നെയാണ്. ആണായാലും പെണ്ണായാലും അവർക്കും അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റി, എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന്. ചിലപ്പോൾ പറഞ്ഞ് തിരിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു താൽക്കാലികം മാത്രമായിരിക്കും. അതിൻ്റെ അനുഭവമാണ് റസിയ എന്ന് പറയുന്ന പെണ്ണ്. കാരണം ഫസ്റ്റ് ദിവസം തൊട്ട് ഞാൻ അവളെ ലൈവിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയാണ്. ആ ലൈവ് എനിക്ക് ലൈവില്ലാത്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്ന ഓരോ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു. അന്നും ഞാൻ മനസ്സിൽ വെച്ചിരുന്നു, ഇല്ല കുറച്ച് ദിവസം കഴിയട്ടെ, നിനക്കുള്ളത് പാർസൽ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകും എന്നും ഞാനും വിചാരിച്ചിരുന്നു. എൻ്റെ ഒപ്പമുള്ളവരും ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇല്ല കുറച്ച് ദിവസം കഴിയട്ടെ മനസ്സിലാവുന്നു. സ്വന്തം അങ്ങോട്ട് മനസ്സിലായി. അനുഭവം ഗുരു എന്നുകൊണ്ട് പറഞ്ഞ് വന്നപ്പോൾ എല്ലാം പെണ്ണിന് മനസ്സിലായി. അപ്പോൾ ഇത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൻ്റെ മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളാണോ ശരി അവരാണോ ശരി എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാവുന്ന പ്രശ്നമുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം ഒരു ലൈവ് പോയി നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ ലൈവ് നടത്തുന്നവർ മോശക്കാരാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സമയം ഒരുപാടായി, 10 മിനിറ്റോളം വീഡിയോസായി. ഏതായാലും ഞാൻ നിർത്തുകയാണ് മക്കളെ. ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് ചില ജഗലികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്.
അതാണ് പ്രശ്നം. നമ്മളൊരു പ്രശ്നം വേണ്ട, ആരെപ്പറ്റി ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. തന്നിട്ടില്ല അടുത്തതാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് കൊണ്ട് വരാം. ഏതായാലും നിർത്തിയാണ്. അസ്സലാമലൈക്കും.